ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് പൂരത്തിനാണ് കേട്ടോ. പൂക്കാട്ടിരി പൂരത്തിന് പോവാണ്. അപ്പോൾ നമുക്ക് പൂക്കാട്ടിരി പൂരത്തിന് പോയേക്കാം. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മോണിറ്റൈസേഷൻ ആയിട്ടില്ല, 500 ചില്ല സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് എല്ലാ വീഡിയോസും ഒന്ന് കയറി കാണണം കേട്ടോ. എല്ലാ വീഡിയോസും ഒന്ന് കയറി കണ്ടാൽ മാത്രമേ നമുക്ക് 4000 മണിക്കൂർ വ്യൂസ് ആവുള്ളൂ. ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ലോണം വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ പൂരത്തിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ആളുകൾ പല ഭാഗത്തു നിന്നും വരവും മുക്കുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് രൂപത്തിലുള്ള സെറ്റപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പോക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കാളൊക്കെ കയറ്റി ആളുകൾ ഇങ്ങനെ പോവുകയാണ്. ഓരോ ഭാഗങ്ങൾ ദേശങ്ങളിൽ നിന്നുള്ള വരവുകളൊക്കെ ഉണ്ടാവും അമ്പലത്തിൽ വരുന്നത്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പൂക്കാട്ടിരങ്ങാടി എത്താനായിരിക്കും. പൂക്കാട്ടിരങ്ങാടിൻ്റെ കുറച്ച് ഉൾഭാഗത്തു നിന്നുള്ള വരവുകളൊക്കെയാണ് അതൊക്കെ. ഇത് പൂക്കാട്ടിരങ്ങാടിയിൽ നിന്ന് ടൗണിൽ നിന്ന് പോകുന്ന ഒരു ഇതാണ് കേട്ടോ. പോക്കിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അവിടെ ബലൂണ് അതുപോലെ തന്നെ PP അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ അങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പം തന്നെ ബ്ലോക്കാണ് ഇവിടെയൊക്കെ. നമുക്ക് വലിയ കുന്ന് റോഡിനാണ് പോകേണ്ടത്. ഇത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡാണ്. ഈ റോഡ് ഭയങ്കര ബ്ലോക്കായിട്ടുണ്ട്. ഇവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കായിട്ടാണ്, നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുന്ന് റോഡ് വഴി നമുക്ക് പോക്ക് സാധ്യമില്ലാത്തതുണ്ട്. നമുക്ക് വേറെ തിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ടാവും. പോലീസുകാരവനോട് പറഞ്ഞത് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ പൂരത്തിനെത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വഴിക്ക് ബാക്കിലൊരു വഴിയുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ബാക്ക് വഴി കൂടെ പോകാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇല്ലിക്കോട് ഭാഗത്തേക്ക് പോകണ ആ ഭാഗത്തേക്ക് പോയിട്ട് അത്തിപ്പറ്റ പഴയന്തത്തിന് തൊട്ട് മുന്നായിട്ട് മേലക്കൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വണ്ടി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ കൂടെ ഒക്കെ തിരികെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയന്തത്തിന് മുന്നുള്ള ഉള്ളിലേക്കുള്ള റോഡിന് കയറിട്ടോ. ഉള്ളിലേക്കുള്ള റോഡിന് കയറി കുറേ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ബാക്കിലേക്കുള്ള ചെറിയൊരു വഴിയുണ്ട്. അതിൽക്കൂടെ കയറി കഴിഞ്ഞാൽ പൂരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തും കേട്ടോ. ബാക്ക് സൈഡിലേക്ക് എത്തും. അപ്പം അങ്ങോട്ട് പോകാം നമുക്ക്. അപ്പോൾ അമ്പലത്തേക്കുള്ള വഴിക്ക് കയറിയിരിക്കുന്നത് ആകെ കച്ചറയാണ്. ഈ റോഡ് ഭയങ്കര ഓഫ് റോഡ് പോലെയാണ്. കയറുമ്പോൾ തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റോഡ് ടാറിങ്ങോ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ട് പറ്റില്ല. അധികം വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പഞ്ചായത്ത് അധികാരികളൊക്കെ ഇതൊക്കെ ടാർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ അമ്പലത്തേക്ക് പല സാധനങ്ങൾ കൊണ്ടുവരേണ്ട വഴിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നല്ലൊരു സ്ഥലത്ത് ഒഴിച്ച് പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇറങ്ങിപ്പോകാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ആചാരപ്രകാരമുള്ളൊരു വരവാണിത്. ഒരൊറ്റ ആന ഈ അമ്പലത്തിലെ പൂരത്തിനുണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ആനകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ കാണുന്ന ആ ഗ്രൗണ്ടാണ് അമ്പലത്തിൻ്റെ പൂരം നടക്കുന്ന ഒരു വേദി. വേറെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇത് ഈ അമ്പലത്തിലാണ് കേട്ടോ നമ്മളെ പിന്നെ പഴയകാല ദിലീപ് മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച കുടമാറ്റം എന്ന് പറഞ്ഞ സിനിമ പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. ഇവിടെ ഇതേമാതിരി ഒരു പൂരത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരിച്ചിട്ടാണ് അവർ സെറ്റിട്ടിട്ട് ഒരു ഷൂട്ടിംഗ് നടത്തിയത് കേട്ടോ. അന്ന് ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത് ഒന്ന് ദിലീപും ഒന്ന് മഞ്ജു വാര്യരാണ് കേട്ടോ. ഇവിടെ ഈ കൈ നോക്കുന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആളുകളെ വെയിറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇത് അമ്പലത്തിലെ പൂരത്തിനുമായി ബന്ധപ്പെട്ട് പല കച്ചവടക്കാർ, പിന്നെ ബലൂണ് വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ബജി, അതുപോലെ തന്നെ ചായ, ബജി അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ കുൽക്കി സർബത്ത്, ഇതൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇങ്ങനെ പോയി കുറേ നടന്നു പോയാലേ ഉള്ളൂ അമ്പലത്തിൻ്റെ തൊട്ടടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ.
ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ദിലീപ് ഇങ്ങനെ ചെണ്ട കൊട്ടുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മഞ്ജു വാര്യർ ഇങ്ങനെ ഐസ് ഇങ്ങനെ എഴുതിയും കൊണ്ട് നിൽക്കുന്ന ഒരു സീനുണ്ടായ ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ചെണ്ട കൊട്ടൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി നല്ല സെറ്റപ്പായി അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്ന് ഒന്നും കൂടിയും സെറ്റപ്പായിട്ട് ആളുകളും തന്നെ ഉണ്ട്. ആ പഴയകാലത്തെ സിനിമേൻ്റെ അന്നത്തെ കാലത്തുള്ള ഒരു സംഭവമാണ് കേട്ടോ. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെണ്ടകൊട്ടും ഇതൊക്കെ നടന്നുകൊണ്ട് നല്ല പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവിൻ്റെ ഒരുപാട് വരവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ദേശങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് നേരത്തെ റോട്ടും നിന്ന് കണ്ടിരുന്ന വരവൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തിട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ മതക്കാരായിട്ടുള്ള ആളുകളും ഇവിടെ സൗഹാർദ്ദത്തിലാണ് ഈ പൂരം നടത്തുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പരസ്പരം നല്ല രീതിയിലുള്ള ഒരു എൻജോയ് ചെയ്തിട്ട് നമ്മുടെ പൂരം ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ജാതി മതഭേദം എന്നുള്ളത് ഒന്നും ഈ മലപ്പുറം ഭാഗത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ കഴിയുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സിനിമയുടെ വേറെ ലൊക്കേഷൻ കേട്ടോ. അതായത് ദിലീപ് ഇങ്ങനെ ഈ ചെണ്ടൊക്കെ ആയിട്ട് ഇവിടെ ഈ കച്ചവടം ചെയ്യുന്ന ഭാഗത്ത് നിൽക്കുമ്പോൾ മഞ്ജു വാര്യർ അവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കച്ചവടമൊക്കെ നിൽക്കുന്നത് അതേമാതിരി തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് കടകൾ കൂടി, ഒരുപാട് കച്ചവടക്കാർ കൂടി പൂരം തന്നെ ഒന്നും കൂടി വിപുലമായി, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്ത് നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ആ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ 3:30 വേണ്ടി മക്കൾക്കുള്ള എല്ലാ കളി സാധനങ്ങളൊക്കെ വാങ്ങാട്ടോ. അവരെ വേണ്ടി വന്നാണ് മോൾക്കൊരു കാറ് വേണം, മോൾക്കൊരു ബലൂൺ വേണം, മോതിരം വേണം. അതൊക്കെ മേടിച്ച് പോരാന്ന് വിചാരിച്ച് പൂരൊക്കെ കാണണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് വിചാരിച്ച് രാത്രി വരാം. മക്കൾക്ക് എല്ലാം വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല. രാത്രിയായിട്ട് കുഞ്ഞു മക്കൾക്കെല്ലാം മേടിച്ചിങ്ങനെ പോരുന്ന സമയത്താണ് അടുത്ത് വരവ് വന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോയത്. നേരത്തെ റോഡ് മുന്നിൽ കണ്ടിരുന്ന അതേ വരവ് കൊണ്ട് എത്തിയിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നത് അതായത് റോഡിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൻ്റെ ഭാഗത്ത് കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരാൻ നിൽക്കണം. പൂരിന് വലിയിട്ടുള്ള കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ലൈറ്റിൻ്റെ കച്ചവടം നടക്കുന്നത്. അവിടെ ലൈറ്റിൻ്റെ കച്ചവടം നടക്കുന്ന ഒരു അമ്മയും മോനാട്ടോ കച്ചവടം നടക്കുന്നത്. ലൈറ്റൊക്കെ ഫുള്ള് സെറ്റൊക്കെ നല്ല ലൈറ്റൊക്കെ. ഇവിടെ നേരത്തെ നമ്മൾ പൂരം കാണാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആന അവിടുന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എത്തുള്ളൂ കേട്ടോ. ഏകദേശം നല്ല എല്ലാ വരവുകളും കഴിഞ്ഞതിന് ശേഷം ഈ ആന അമ്പലം നടയ്ക്ക് എത്തുള്ളൂ. അപ്പം അതിൻ്റെ എല്ലാ ഇതിലും ചെണ്ട കൊട്ടി നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പൂരം കണ്ട് അവസാനം ഞങ്ങൾ പോരുകയാണ്.